നിന്നെ പോലെയുള്ള കുണ്ടാമണ്ടി പിള്ളേരാണ് ഈ സ്കൂളിന്റെയും ക്ലാസിന്റെയും അപമാനം. അപമാനം എന്താണ് സുബ്ബുവ, നിനക്ക് പൊള്ളിയ? ഞാൻ പറഞ്ഞത് മറക്കണ്ട. 30 മാർക്കിന് താഴെയുള്ളവര് നാളെ പേരൻസിനെ വിളിക്കാണ്ട് ഈ ക്ലാസ്സിൽ ഞാൻ കേറിന്ന് അറിഞ്ഞ ചട്ടകം പഠിപ്പിച്ച് മൂട്ടിൽ വെക്കും. മൂട്ടില് എന്നെ നിനക്ക് അറിയില്ല. നിന്റെ ഒക്കെ 4ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിലൊക്കെ പിള്ളേരോട് ചോദിച്ചാ മതി ഈ മധുമാഷ ആരാന്ന് പറഞ്ഞു തരും. മധുമാഷ ഹീറോടാ, ഹീറോ. മധുമാഷ് നല്ല കളിപ്പില. തക്ക സമയാണ് അല്ലേ മളു അവർക്കുള്ള പാര ഇപ്പൊ പറയാനായിട്ട്. ഇപ്പൊ മധുമാഷോട് അവർക്കുള്ള പാര പണിത് കഴിഞ്ഞാ സംഭവം സെറ്റല്ലേ? അപ്പൊ നാളെ 30 മാർക്കിന് താഴെയുള്ള ഒരു വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി. മറക്കണ്ട. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. എന്നാലും ഇതെന്ത് വൃത്തികെട്ട പരിപാടിയാ. അല്ല, ഈ 30 മാർക്കിന് താഴെയുള്ള പിള്ളേരുടെ പേരൻസിനെ വിളിപ്പിക്കാൻ പറഞ്ഞില്ലേ? കുറച്ചും കൂടി താഴ്ത്തായിരുന്നു. അല്ല, ഈ കുറച്ചും കൂടി മാർക്ക് താഴ്ത്തിട്ട് അതിന് താഴെയുള്ള പിള്ളേരെ പേരൻസിനെ വിളിപ്പിക്കാൻ മതിയായിരുന്നില്ലേ? അല്ല, എന്റെ മാർക്ക് വേറെ. പിന്നെ എന്റെ മാർക്കിനൊക്കെ താഴെയുള്ള പിള്ളേരെ വിളിപ്പിക്കാൻ മതിയായിരുന്നു. അത് മിനിസ്നറിയില്ലേ? ഈ മിനിസ്നൊരു കാര്യം, എനിക്ക് 85 മിനിറ്റ് മറിഞ്ഞു പോയ 85. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാ എങ്ങനെയായാലും മതി. പൊന്നു മക്കളെ, നിനക്കൊന്നും തന്നെ അറിയില്ല. എന്ത് പറഞ്ഞടാ നീ? എന്താടാ നീ എന്നെ കളിയാക്കണ? എന്താടാ? ഞങ്ങൾക്ക് അറിയില്ലെന്ന് അപ്പൊ ഞാൻ പറഞ്ഞതാണ്. ഞങ്ങൾക്കറിയാം. നീയൊക്കെ എന്നെ കളിയാക്കണോടാ ഫ്രണ്ട് ബെഞ്ചിരിക്കും മോഹനെ. ഈ ഫ്രണ്ട് ബെഞ്ചിലിരിക്കണ 3 പേരെ കാണുമ്പോ എനിക്ക് അങ്ങോട്ട് പൊളിഞ്ഞു കയറുക. ഫ്രണ്ട് ബെഞ്ചിലിരിക്കുന്നവർക്ക് പ്രത്യേകിച്ച് നാളെ നിങ്ങൾ പാരന്റ്സിൽ ഒരാളെ മാത്രം കൊണ്ടുവന്നാ പോരാ, 3 പേരെയും കൊണ്ടുവരണം. നീ എന്തിനാണ് എന്തിനാണ് അങ്ങനെ ചൂടാക്കിയേ? ഞാൻ അങ്ങനെ മൂന്ന് പേര് കൊണ്ടുവരാന്. അതായത് 3 പേര്, അച്ഛൻ, അമ്മ, പിന്നാരാണാവൂ? അപ്പൊ അമ്മൂമില്ലാത്തവരാര് കൊണ്ടുവരാ? അച്ഛോ, എനിക്ക് അമ്മൂമ്മൊന്നുമില്ലേ. ഫ്രണ്ട് ബെഞ്ചിലല്ലാണ്ടിരുന്നത്. മധുമാഷ് 3 പേര് കൊണ്ടുവരാൻ പറഞ്ഞല്ലോ. അതായിരുന്നു 3 പേര് വീട്ടിൽ നിന്ന്, അച്ഛനമ്മ, അല്ലാണ്ട് പിന്നെ അതൊക്കെ എനിക്കറിയാം. ചൂടാവില്ല മേള്, ഞാൻ ഡൗട്ടിലോട്ടല്ലേ. എന്റെ വീട്ടിൽ 3ാമത്തെ ആളില്ല. അച്ഛനമ്മ മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ആരെ കൊണ്ടുവരാ? അച്ഛനമ്മ മാത്രം കൊണ്ടുപോയാ 3 തനിക്കാനായിട്ട്. 3ാമത് എടാ എന്റെ വായേന്ന് പറയാണ്ട് പറഞ്ഞു പോയതാ. അതായത് നിന്റെ പേരൻസിന് 2 പേരെ, അതായത് അച്ഛൻ അമ്മ, ഇവരെ വിളിച്ചുകൊണ്ട് മാത്രം വന്നാ മതി നാളെ ക്ലാസ്സിക്ക്. ഈ ഫ്രണ്ടിലിരിക്കണ പിള്ളേര് ഈ സാധനം തെങ്ങനെ ആദ്യം പറയും 3 പേരെ കൊണ്ടുവരാനായിട്ട് പറ്റുന്നു, പിന്നെ പറയും 2 പേരെ കൊണ്ടുവരാനായിട്ട് പറ്റുന്നു. എന്തുകൊണ്ടത്? ആദ്യം 3 പേരെ കൊണ്ടുവരാനായിട്ട് പറഞ്ഞാ പിന്നെ സുബ്രമോനെ ഒന്നും മിണ്ടാട്ടിക്കടാ. സുബ്രോ, നീ എന്റെ ക്ഷമേനെ പരീക്ഷിക്കാട്ടാ, ക്ഷമേനെ പരീക്ഷിക്കാ. തീരുമാനം തോന്നുന്നു. എന്നാ ശരി, ഒരു കാര്യം ചെയ്യ്. നീ മാത്രം 3 പേരെ കൊണ്ടുവരാൻ നാളെ. നിന്റെ വീട്ടിൽ നിന്ന് 3 പേരൻസിനെ നാളെ മാർക്ക് കുറഞ്ഞതിന് പകരം നിന്റെ 3 പേരൻസ് ഇവിടെ ഹാജരാവണം. എന്റെ വീട്ടിൽ 3 പേരൻസ് അച്ഛനമ്മ മാത്രമേ ഉള്ളൂ. പിന്നെ എങ്ങനെ 3ാമത്തെ ആളെ കൊണ്ടുവരാ? നിന്റെ വീട്ടിൽ 3ാമത്തെ ആളില്ലെങ്കിൽ വാടകയ്ക്ക് എടുത്ത് വിളിച്ചു കൊണ്ടുവരാ.
ഉറുമ്പ് കഴിച്ചാ മൂട്ടിൽ ഉറുമ്പ് കടിച്ചു തുടങ്ങണേട്ടാ. ഒന്ന് മിണ്ടാണ്ടിന്നേരം സൂപ്പറാ മഴപ്പെടൂടാ. ഒന്ന് മിണ്ടാണ്ടിക്കടാ. പറ്റ സമയ ഇപ്പൊ പറയാനായിട്ട്. ആമളു പച്ച സമയ ഇപ്പൊ രമ്യ ടീച്ചറും ഇല്ല, ആരുമില്ല. ആ പിന്നെ ചേട്ടനും ആരുമില്ല. അങ്ങനെ തന്നെ ആരുമില്ല ഇപ്പോ അവരെ രക്ഷിക്കാനായിട്ട്. ഈ 5 പേരെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കാനുള്ള പാര ഇപ്പൊ ഞാൻ മധുമാഷോട് പറയാൻ പോവാ.